നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ചൈനീസ് വിപ്ലവത്തിൻ്റെ ആരംഭ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള പോർഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ നിർബന്ധമായും ആ ക്ലാസ് കേൾക്കണം. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുമിന്താങ് പാർട്ടി രൂപീകരിക്കുന്നവരെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ MSU ടോക്സിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് 8 മുതൽ 10 വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മൾ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു സൺയാറ്റ്സണ് പിന്നീട് 1912 കുമിന്താങ് പാർട്ടി ഉണ്ടാക്കി. അതിനുശേഷം വീണ്ടും സൺയാറ്റ്സൻ എന്താക്കുകയാണ്, ഭരണത്തിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. യുവാൻ ഷിക്കായ്ക്ക് മരിച്ചതിന് ശേഷം സൺയാറ്റ്സൻ ഭരണത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സൺയാറ്റ്സൻ ചൈനയിലെ ഭരണാധികാരി ആവുകയൊക്കെ ചെയ്തു. പിന്നീട് സൺയാറ്റ്സനെ സംബന്ധിച്ചിടത്തോളം ചൈനയിൽ മെച്ചപ്പെട്ട ഭരണം കൊണ്ടുവരിക, അതുപോലെ ചൈന ഒരു ജനാധിപത്യമാക്കണം എന്നുള്ള ഓരോ കാര്യങ്ങളുമായിരുന്നു സൺയാറ്റ്സൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഭരണത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. അതിന് അദ്ദേഹം എന്താ ചെയ്തത്, വിദേശ ശക്തികളുടെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ സഹായം തേടുകയാണ് ചെയ്തത്. കാരണം അവരും കൂടി സഹായിച്ചാൽ മാത്രമേ ഇവിടെയുള്ളൊരു ജനാധിപത്യ ഭരണമാക്കണമെങ്കിൽ എന്ത് കൊണ്ടുവരണം, അവിടെ പുരോഹിതന്മാർ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെന്താക്കണം, ഇവിടെ അടിച്ചമർത്തണം. പ്രഭുക്കന്മാരെ അടിച്ചമർത്തണമെങ്കിൽ ആരുടെ സഹായം കൂടി വേണം, അത് വിദേശ ശക്തികളുടെ സഹായം കൂടി വേണമെന്ന് ആർക്ക് മനസ്സിലായി, സൺയാറ്റ്സന് മനസ്സിലായി. ഈ സമയത്ത് നമ്മൾക്കറിയാം റഷ്യയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1917 റഷ്യയിൽ വിപ്ലവം നടന്നത് നമ്മൾ പഠിച്ചു, 1917. ഈ സമയത്ത് റഷ്യയിൽ ലെനിൻ്റെ കീഴിൽ ഒക്ടോബർ വിപ്ലവങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് അവിടെ എന്ത് വന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ടുണ്ട്. പ്രഭുക്കന്മാരെ അടിച്ചമർത്തണം, അവിടെ എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ എന്തായി, സൺയാറ്റ്സൻ ശരിക്കും എന്തല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല. സൺയാറ്റ്സൻ കമ്മ്യൂണിസ്റ്റ് അനുകൂലിയല്ലായിരുന്നു. എന്നിട്ട് പോലും സൺയാറ്റ്സൻ എന്താക്കുകയാണ്, റഷ്യയോട് സഹായം ചോദിച്ചു. സൺയാറ്റ്സൻ റഷ്യയോട് സഹായം ചോദിച്ചു. അങ്ങനെ റഷ്യ എന്താക്കി, ചൈനയെ സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചൈനയിൽ എന്താക്കി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെട്ടു. എപ്പോഴാണത്, ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് 1921. 1917 ലെനിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ എന്താക്കിയ ഭരണാധികാരിയായിട്ട് ലെനിൻ വരുന്നത്. അങ്ങനെ റഷ്യയോട് സഹായം ചോദിച്ച് സൺയാറ്റ്സൻ, ഈ സൺയാറ്റ്സൻ എന്താണ്, ഭരണത്തിൽ വന്ന് സൺയാറ്റ്സൻ റഷ്യയോട് സഹായം ചോദിച്ചു. ഒരു ജനാധിപത്യപരമായിട്ടുള്ള ചൈനയിലെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ചൈനയിൽ എന്താക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർമ്മിക്കപ്പെട്ടു അല്ലെങ്കിൽ രൂപം കൊണ്ടു. അതെപ്പോഴാണ്, 1921 എന്താക്കിയത്, ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചതിലെ പ്രധാന നേതാവായിരുന്നു മാവോസെ തുങ്. മാവോസെ തുങ് ആയിരുന്നു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെട്ട പ്രധാന നേതാവ്. കുമിന്താങ് പാർട്ടി നമ്മൾ പറഞ്ഞു, സൺയാറ്റ്സന്റെ പാർട്ടിയാണ് ഏത്, കുമിന്താങ് പാർട്ടി. ഈ കുമിന്താങ് പാർട്ടിയും റഷ്യൻ കമ്മ്യൂണിസ്റ്റും ഒരുമിച്ചാണ് പോയത്. അഥവാ റഷ്യൻ കമ്മ്യൂണിസ്റ്റിനോട് ശരിക്കും പറഞ്ഞാൽ സൺയാറ്റ്സന് കമ്മ്യൂണിസ്റ്റും ഒരു അനുകൂലിയല്ല എങ്കിൽ പോലും റഷ്യൻ കമ്മ്യൂണിസ്റ്റിനോട് അവിടെ സഹകരിച്ച് നല്ല രീതിയിൽ ഇവിടെ എന്താക്കുകയാണ്, പോവുകയാണ്. അതിൻ്റെ കീഴിലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വരുന്നത്, ഇവിടെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വരുന്നതും. ഈ സമയത്ത് റഷ്യൻ കമ്മ്യൂണിസ്റ്റിനോട് നല്ല രീതിയിൽ കുമിന്താങ് പാർട്ടി അത് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൺയാറ്റ്സൻ എന്താകുന്നത്, മരണപ്പെടുന്നത്. എപ്പോൾ, 1925 സൺയാറ്റ്സൻ എന്താകുന്നത്, മരണപ്പെടുന്നത്. 1925 എപ്പോഴാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്, 1921. 25 സൺയാറ്റ്സൻ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ സൺയാറ്റ്സന് ശേഷം ചൈനയിൽ ഭരണം നടത്തിയതാരാണ്, അത് ചിയാങ് കൈഷക്കായിരുന്നു. കുമിന്താങ് പാർട്ടി അനുകൂലിയായിരുന്ന ചിയാങ് കൈഷക്കായിരുന്നു എന്താക്കുന്നത്, ചൈനയിൽ പിന്നീട് ഭരണം നടത്തിയത്. ചിയാങ് കൈഷക്കിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ആദ്യ രീതിയിൽ അഥവാ തുടക്ക കാലഘട്ടത്തിൽ നല്ല ഒരു രീതിയിലായിരുന്നു പോയത്. അതായത് കുമിന്താങ് പാർട്ടിയും ചൈനയിലെ കമ്മ്യൂണിസ്റ്റും നല്ല രീതിയിൽ, നല്ല സഹകരണത്തോടുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കർഷകർക്കിടയിൽ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. നല്ല രീതിയിൽ അവിടത്തേക്ക് കടന്നു ചെന്ന് അവരെയൊക്കെ എന്താക്കി, നല്ല രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിച്ചു.
ഇതെന്താക്കി ചിയാങ് കൈഷക്, അന്നത്തെ ഭരണാധികാരിയായ കുമിന്താങ് പാർട്ടി നേതാവായ ചിയാങ് കൈഷക്കിന് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല, അവിടത്തേക്ക് വല്ലാതെ താല്പര്യം വന്നില്ല. ഇത് ചിയാങ് കൈഷക്കിനെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തമ്മിലടുപ്പിക്കാൻ ഒരു കാരണമായി. കാരണം ചിയാങ് കൈഷക് ആരാണ്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. ചിയാങ് കൈഷക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. അതോടുകൂടി തന്നെ ഈ ഒരു സംഭവം കൂടി നടന്നപ്പോൾ എന്തായി? ചിയാങ് കൈഷക്കിന് വല്ലാത്തൊരു ദേഷ്യം വന്നു, വല്ലാത്തൊരു എതിർപ്പ് വന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചിയാങ് കൈഷക് എന്താക്കി? വേട്ടയാടാൻ തുടങ്ങി. ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരി ആരാണ്? അത് ചിയാങ് കൈഷക്കാണ്. ഈ ചിയാങ് കൈഷക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താക്കി? വേട്ടയാടാൻ ആരംഭിച്ചു. അങ്ങനെ ചിയാങ് കൈഷക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വേട്ടയാടാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വേട്ടയാടാന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എന്താക്കി? ബ്ലൂ ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു രഹസ്യ പോലീസിനെ നിർമ്മിച്ചു. എന്താണ് പേര്? ബ്ലൂ ഷർട്ട്സ്. അതെന്താണ്? ചിയാങ് കൈഷക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിച്ചമർത്താൻ, അവരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ചിയാങ് കൈഷക്ക് ഒരു രഹസ്യ പോലീസ് ഉണ്ടാക്കിയതാണ് ഏത്? ബ്ലൂ ഷർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താക്കി? ചിയാങ് കൈഷക് ഇങ്ങനെ ഒരു രഹസ്യ പോലീസൊക്കെ ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വല്ലാത്തൊരു അക്രമമൊക്കെ നേരിടേണ്ടി വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ മാവോ സേതുങ്, ആരാണ്? മാവോ സേതുങ് എന്താക്കി? ഒരു സൈന്യം ഉണ്ടാക്കി. അവർക്കെതിരെ, അവരോട് കുമിന്താങ് പാർട്ടിക്കാരെ എതിർക്കാൻ വേണ്ടി, ചിയാങ് കൈഷക്കിനെ എതിർക്കാൻ വേണ്ടിയിട്ട് മാവോ സേതുങ് ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ്. ഏതാണ് ആ പാർട്ടി? അതാണ്, പാർട്ടിയല്ല, ഒരു സേന ഉണ്ടാക്കുകയാണ്. അതേതാണ് സേന? ചുവപ്പ് സേന, റെഡ് ആർമി എന്നറിയപ്പെടുന്നത്. റെഡ് ആർമി. നമ്മൾ റഷ്യ വിപ്ലവത്തിൽ പറയാൻ വിട്ടുപോയതാണ്. റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം നടന്നപ്പോൾ, ഇപ്പോഴാണ് 1917 നവംബർ 6 ഒക്ടോബർ വിപ്ലവം നടന്നപ്പോൾ അവിടെയുമുണ്ട് ഒരു ചുവപ്പ് സേന. അവിടെയും ഒരു ചുവപ്പ് സേന ഉണ്ടായിരുന്നു. അതാരുണ്ടാക്കിയത്? അവിടെ വിപ്ലവം നടക്കുന്ന സമയത്ത് ട്രോട്സ്കി ഉണ്ടാക്കിയതാണ് ചുവപ്പ് സേന എന്ന് പറയുന്നത്. ആരാണ്? ട്രോട്സ്കി ഉണ്ടാക്കി. ആരാണ് ട്രോട്സ്കി? നമ്മൾ പറഞ്ഞു ലെനിനും ട്രോട്സ്കി ആരാണ്? നമ്മളവിടെ റഷ്യൻ വിപ്ലവത്തിൽ രണ്ട് USSRനെ, അഥവാ സോവിയറ്റ് യൂണിയനല്ല, അവിടെ രണ്ടായിട്ട് ഭിന്നിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ റഷ്യൻ പാർട്ടി രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ബോൾഷെവിക്കിൻ്റെ രണ്ട് നേതാക്കന്മാരായിരുന്നു ട്രോട്സ്കിയും അതുപോലെ ലെനിനും. കെറൻസ്കി എന്തിൻ്റെ നേതാവായിരുന്നു? അതെ, കെറൻസ്കി മോൻഷെവിക്കിൻ്റെയും ബോൾഷെവിക്കിൻ്റെ ആരാണ്? അത് ട്രോട്സ്കിയും ലെനിനുമായിരുന്നു നേതാക്കന്മാർ. ആ ട്രോട്സ്കി എന്താക്കിയാണ്? അവിടെ ചുവപ്പ് സേന ഉണ്ടാക്കി. ഏതാണത്? ചുവപ്പ് സേന ഉണ്ടാക്കിയത് ആരാണ്? ട്രോട്സ്കി. അതെവിടെയാണ്? അത് റഷ്യയിലാണ്. ബോൾഷെവിക്കിൻ്റെ നേതാവായ ട്രോട്സ്കി റഷ്യയിലാണ് ചുവപ്പ് സേന ഉണ്ടാക്കിയത്. എന്നാൽ ഇവിടെ ചൈനയിൽ ചുവപ്പ് സേന ഉണ്ടാക്കുന്നത് അത് ചൈനീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ മാവോ സേ തുങ് ആണ് ഉണ്ടാക്കിയത്. ഈ ചുവപ്പ് സേനയിൽ ഏകദേശം 90,000-ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു, അഥവാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രക്ക് 90,000-ന് മുകളിൽ അത്രയും അംഗങ്ങളുള്ള ഒരു വലിയ ഒരു സേനയായിരുന്നു ഏത്? മാവോ സേ തുങ് ഉണ്ടാക്കിയ ചുവപ്പ് സേനയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇതാർക്ക് വേണ്ടിയിട്ടാണ്? ചിയാങ് കൈഷക്കിനെതിരെ എതിർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സൈന്യമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇവരെന്താക്കി? ഇവരുടെ ആദ്യ താവളത്തിലേക്ക്, ഇവരാദ്യം ചുവപ്പ് സേന ഉണ്ടായിരുന്ന താവളങ്ങളിലേക്ക് എന്താക്കി? അക്രമങ്ങൾ വല്ലാതെ അഴിച്ചുവിട്ടു. അഥവാ കിയാങ്ഷി എന്ന് പറയുന്ന ചുവപ്പ് സേനയുടെ ആദ്യ താവളം, അവിടേക്ക് നല്ലവണ്ണം അക്രമങ്ങൾ ഇങ്ങനെ ചിയാങ് കൈഷക്കിൻ്റെ ബ്ലൂ ഷോർട്ട്സ് എന്താക്കിയാണ് അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. അവരെ വല്ലാതെ ആക്രമിക്കാൻ, അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് മാവോ സേ തുങ് എന്താക്കിയാണ്? ചുവപ്പ് സേനയും കൂട്ടിയിട്ട് നാട് വിടുകയാണ്, താവളം മാറ്റുകയാണ്. അങ്ങനെ ഏകദേശം 12,000 കിലോമീറ്റർ, ശ്രദ്ധിക്കണം, 12,000 കിലോമീറ്റർ എന്താക്കുകയാണ്? അതാണ് ലോങ് മാർച്ച്. ലോങ് മാർച്ച്. ഈ ലോങ് മാർച്ച് എന്ന് പറയുന്നത് മാവോ സേ തുങ് അവിടുത്തെ താവളം പിന്നീട് ഷെൻസിയിലേക്ക് താവളം മാറ്റി. കിയാങ്ഷി നിന്ന് ഷെൻസിയിലേക്ക് ഏകദേശം 12,000-ഓളം കിലോമീറ്റർ ഉണ്ട്. ഈ 12,000 കിലോമീറ്റർ നടന്നിട്ടാണ് പോകുന്നത്. ചുവപ്പ് സേനയും മാവോ സേ തുങ്ങും നടന്നിട്ടാണ് 12,000 കിലോമീറ്റർ പോകുന്നത്. നമ്മൾ SCR ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയാൽ ചിലപ്പോൾ യാനൻ എന്ന് കാണാം. എവിടെ? യാനൻ എന്ന് കാണാം. ഷെൻസിയിലെ ഒരു സ്ഥലമാണ് യാനൻ. ഇവിടേക്കാണ് താവളം മാറ്റിയത്, പിന്നീട് താവളം മാറ്റുന്നത്. അതാണ് ലോങ് മാർച്ച്. എവിടുന്ന്? കിയാങ്ഷി മുതൽ ഷെൻസി വരെയുള്ള 12,000 കിലോമീറ്റർ നടന്ന യാത്രയാണ്
മാവോസെത്തുങ്ങിൻ്റെ ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. ഈ ലോങ് മാർച്ച് തുടങ്ങുന്നത് 1934 ഒക്ടോബർ 14 തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം 1935 ഒക്ടോബർ 20 എവിടെ എത്തുന്നത്? ഷെൻസിയിൽ എത്തുന്നത്. ഇത് ഏകദേശം ഒരു വർഷത്തോളം നീണ്ട ഒരേ വർഷം 1934 ഒക്ടോബറിലാണ് തുടങ്ങിയത്. 1935 ഒക്ടോബറിൽ അവസാനിച്ചു. ഒക്ടോബർ 14 തുടങ്ങിയത്. ഡേറ്റ് വ്യത്യാസം മാത്രം. ഒക്ടോബർ ഇവിടെ 20 അവസാനിക്കുന്നത്. ഓക്കെ, അങ്ങനെ മാവോസെത്തുങ് അവിടുത്തെ ചുവപ്പ് സേനയുമായിട്ട് പോകുന്ന സമയത്ത് പോകുന്ന സ്ഥലത്ത് നിന്നെല്ലാം ഭൂ ഉടമകൾ ഉണ്ടാകും. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെയുള്ള ഭൂ ഉടമകളുടെ സ്വത്തൊക്കെ പിടിച്ചെടുക്കും. അവരോട് യുദ്ധം നടത്തി അവിടുന്ന് സ്വത്തൊക്കെ പിടിച്ചെടുത്തിട്ട് അവിടെയുള്ള പാവപ്പെട്ട കർഷകർക്ക് എന്താക്കും? നൽകുമായിരുന്നു. ആര്? മാവോസെത്തുങ്. ഓക്കെ, അങ്ങനെ അവിടെ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ചുവപ്പ് സേനയ്ക്ക് ഈ ഭാഗങ്ങളിലെല്ലാം എന്തുണ്ടാവുകയാണ്? ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയാണ്. എങ്ങനെ? ഇവിടെ ചൈനയിലെ ചുവപ്പ് സേന അവിടുന്ന് ഭൂവുടമകളെ ആക്രമിച്ച് കർഷകർക്ക് നല്ലൊരു ഉപകാരം നൽകുമ്പോൾ ഇവരെന്താക്കുകയാണ്? ഇവിടെ ചുവപ്പ് സേനയിലേക്കൊരു ടീം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഇവരെന്താക്കി? ഓരോ ഭാഗവും കടന്ന് പോവുകയാണ്. ഈ സമയത്ത് അങ്ങനെ ഇവരെന്താക്കി? 1935 അവിടെ എത്തിയിട്ടുണ്ട്. എവിടെ? ഷെൻസിയിൽ എത്തി. അങ്ങനെ ഏകദേശം 1937 എന്ന് നടക്കുകയാണ്? ജപ്പാനും ചൈനയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. ജപ്പാനും ചൈനയും തമ്മിൽ. ജപ്പാൻ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ രാഷ്ട്രമാണ്. മാത്രമല്ല ചൈനയുടെ വർഗശത്രു കൂടിയാണ്. ആര്? ജപ്പാൻ. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു ചൈന രണ്ടായി വിഭജിച്ചിട്ടുള്ളത്. ഒന്ന് ചിയാങ് കൈഷക്കിൻ്റെ ബ്ലൂ ഷർട്ട്സും മറ്റൊന്ന് മാവോസെത്തുങ്ങും. പക്ഷേ തങ്ങളുടെ രാജ്യത്തിന് ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ എന്താണ്? ഇവർ തമ്മിലുള്ള പ്രശ്നം ഓർക്കാതെ എന്ത് ചെയ്യുകയാണ്? രണ്ട് പാർട്ടിയും കൂടി ഒന്നാവുകയാണ്. അഥവാ ചുവപ്പ് സേന മാവോസെത്തുങ്ങും കുമിന്താങ് പാർട്ടിയും അഥവാ ചൈനീസ് കമ്മ്യൂണിസ്റ്റും കുമിന്താങ് പാർട്ടിയും ഒന്നായിട്ട് ജപ്പാൻ എന്താക്കുകയാണ്? അവിടുന്ന് ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ 1937 മുതലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജപ്പാനും ചൈനയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. ഇതിനിടയ്ക്കാണ് എന്ത് വരുന്നത്? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച 1939. ഈ രണ്ടാം ലോക മഹായുദ്ധം 1939 തുടങ്ങിയിട്ട് 1945 അവസാനിക്കുന്നത്. ഈ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഏത്? ജപ്പാൻ എന്ന് പറയുന്നത്. ഈ ജപ്പാൻ ഇപ്പോൾ ആരോട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്? ചൈനയുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 1945 ആകുമ്പോഴത്തേക്ക് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് അതിൽ ജപ്പാനും ചൈനയും തമ്മിലുള്ള യുദ്ധമൊക്കെ അവസാനിച്ചു. എന്നിട്ടോ ജപ്പാനും ചൈനയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചപ്പോൾ വീണ്ടും രണ്ട് പാർട്ടിയെ യുദ്ധമായി. ചിയാങ് കൈഷക്കിൻ്റെ കുമിന്താങ് പാർട്ടിയും മാവോസെത്തുങ്ങിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ടായി മാറി. എന്നിട്ട് ഇവിടെ എന്താക്കുകയാണ്? ഇവർ തമ്മിൽ വീണ്ടും യുദ്ധം തുടങ്ങുകയാണ്. അങ്ങനെ മാവോ എന്താക്കി? ചിയാങ് കൈഷക്കിനെ പുറത്താക്കി. മാവോസെത്തുങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുമിന്താങ് പാർട്ടിയുടെ ചിയാങ് കൈഷക്കിനെ പുറത്താക്കി. അപ്പോൾ 1949 ഒക്ടോബർ 1 അന്നാണ് ചൈനയെ റിപ്പബ്ലിക്കായി മാറിയത്. അതായത് ക്വസ്റ്റ്യൻ വരും, ചൈന റിപ്പബ്ലിക്കായി മാറിയത് എപ്പോഴാണ്? 1949 ഒക്ടോബർ 1. 1949 ഒക്ടോബർ 1 ചൈന റിപ്പബ്ലിക്കായി മാറി. ചിയാങ് കൈഷക്കിനെ മാവോസെത്തുങ് പുറത്താക്കി, ഭരണത്തിൽ നിന്ന് പുറത്താക്കി 1949 ഒക്ടോബർ 1. അങ്ങനെ ചൈനയുടെ ചെയർമാനായിട്ട് മാറുകയാണ് മാവോസെത്തുങ്. ചൈനയുടെ ചെയർമാനായി മാറി. മാത്രമല്ല ചൈനയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ട് ആര് വരികയാണ്? ചാവോങ് ലായി. ആരാണ് ചാവോങ് ലായി? പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച വ്യക്തിയാണ് ആര്? ചാവോങ് ലായി. അദ്ദേഹം പിന്നീട് ചൈനയുടെ ആദ്യ പ്രധാനമന്ത്രിയായി മാറി. അങ്ങനെ ഇതാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഈ ചൈന വിപ്ലവം മാറി റിപ്പബ്ലിക്കായിട്ട് 1949 ഒക്ടോബർ 1 മാറുകയാണ്. ഓക്കെ, പിന്നെ ഇതിൽ പറയാൻ പ്രധാനപ്പെട്ട രണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ 100 ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ, 100 ആശയങ്ങൾ പൂക്കട്ടെ. 100 ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ, 100 ആശയങ്ങൾ പൂക്കട്ടെ. ഇത് ആരുടെ ഉദ്ധരയാണ്? മാവോസെത്തുങ്ങിൻ്റെ ഉദ്ധരണിയാണ്. അതുപോലെ അധികാരം തോക്കിൻ കീഴിലൂടെ എന്നും പറഞ്ഞതാരാണ്? മാവോസെത്തുങ്. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം എടുത്ത ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഇതോടുകൂടെ ലോക ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ
എല്ലാ വിപ്ലവങ്ങളും അവസാനിച്ചു. അവസാനത്തെ ചൈനീസ് വിപ്ലവം ഇന്നത്തെ ക്ലാസ്സോടുകൂടി അവസാനിച്ചു. നമ്മൾ അമേരിക്കൻ വിപ്ലവം ആദ്യം പറഞ്ഞത് ഇംഗ്ലണ്ട് വിപ്ലവമാണ്, പിന്നീട് അമേരിക്കൻ വിപ്ലവം പറഞ്ഞു, പിന്നീട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം പറഞ്ഞു, ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞു, റഷ്യൻ വിപ്ലവം പറഞ്ഞു, ഇപ്പോൾ ഇതാ ചൈനീസ് വിപ്ലവം പറഞ്ഞ് നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിലെന്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. എന്ത് ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾ സംശയം ചോദിച്ച് തീർക്കേണ്ടതുണ്ട്. ഡൗട്ട്സ് ഒന്നും മനസ്സിലാക്കി എല്ലാ ക്ലാസ്സുകളും കൃത്യമായി മനസ്സിലാക്കി തന്നെ പോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ MSU ടോക്സ് എന്ന് പറയുന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും ഷെയറുമാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല നമുക്ക് ഓരോ മോട്ടിവേഷനും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്കതിൽ ഒന്നുകൂടി ഊർജ്ജം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാ മത്സര പരീക്ഷകളിലും നല്ലൊരു വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.